നമുക്ക് ഈ കളിപ്പാട്ടം ഉണ്ടാക്കാൻ വേണ്ടി 3 വെള്ളയ്ക്കയാണ് വേണ്ടത്. ഈ 2 വെള്ളയ്ക്ക ഒരേ വലിപ്പം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇനി മൂന്നാമത്തെ വെള്ളയ്ക്ക അല്പം വലിപ്പ വ്യത്യാസം ഉണ്ടായാലും കുഴപ്പമില്ല. അതിൻ്റെ ഈ മോടൊക്കെ കളഞ്ഞെടുക്കുക. ഒരു 15ഓളം സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ ആയാലും കുഴപ്പമില്ല, 15ഓളം സെൻറ്റിമീറ്റർ നീളമുള്ള ഒരേ വലിപ്പത്തിലുള്ള 2 ഈർക്കിലുകൾ വേണം, ബലമുള്ളതായിരിക്കണം. അതുപോലെ 5ഓ 6ഓ സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു ചെറിയൊരു ഈർക്കിലും വേണം. ഈ ഈർക്കിൽ ഇതിൻ്റെ നടുക്ക് ഇതേപോലെ കയറ്റി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ നീളം കൂടിയ ഈർക്കിലുകൾ ഈ 2 വെള്ളക്കയിലും കയറ്റി വയ്ക്കണം. എന്നിട്ട് ഇത് ഒരു 45 ഡിഗ്രി ചരിച്ച് ഈ വെള്ളക്കയിലേക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം കയറ്റുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഈർക്കിലും ഇതുപോലെ കയറ്റുക. എന്നിട്ട് ഈ വിരൽത്തുമ്പിൽ ഈ ഈർക്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മറിഞ്ഞ് വീഴാതെ നിൽക്കും. ഇതങ്ങോട്ട് തള്ളിയിട്ടാലും മറിഞ്ഞ് വീഴില്ല. ഇതെന്തുകൊണ്ടാണ് മറിഞ്ഞു വീഴാത്തത്? ഇതങ്ങോട്ട് തള്ളിയിട്ടാലും മറിഞ്ഞു വീഴാത്തതിന് കാരണം ഈ എള്ളയ്ക്കയും ഈ ഈർക്കിലും ഉപയോഗിച്ച് ഇതൊരു വസ്തുവാക്കി മാറ്റിയപ്പോൾ ഇതിൻ്റെ സെൻട്രോ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗുരുത്വ കേന്ദ്രം ഈ ഈർക്കിലും തമ്മിലിനേക്കാൾ കുറച്ചും കൂടെ താഴെയാണ്. അപ്പോൾ എപ്പോഴും ആ സെൻട്രോ ഗ്രാവിറ്റിയിൽ കൂടി ലംബമായിട്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ഇതങ്ങോട്ട് ചരിക്കുമ്പോൾ ആ സെൻട്രോ ഗ്രാവിറ്റി ഇങ്ങോട്ട് മാറുന്നു. അത് ഇതിന് നേരെയാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ഈ വസ്തു. അതുകൊണ്ടാണിത് മറിഞ്ഞു വീഴാത്തത്.